Hi students, welcome to our class. So we were in the first module, that is cognitive processes. Last class we discussed about problem solving, types of problems, types of problem solving. Then we also discussed about the steps and barriers of effective problem solving. Today we are going to discuss about strategies for and barriers to effective problem solving. So there are mainly 6 strategies. They are trial and error, heuristics, algorithm, forming sub-goals, searching for analogies, changing the representation of the problem. First, let us look what is trial and error. So trial and error, we are all familiar with the word trial and error. We always do this, isn't it? While we face a problem, we used to solve through trial and error method. So trial and error involves trying possible solutions sequentially and discarding those that are in error until one works. So നമ്മൾ എന്താ ചെയ്യുന്നത്? We are continuously trying different types of solutions, or we one after another we will be doing some problem solving techniques, and once we reach the goal, until then we used to continue our process, and we will be discarding the errors. നമ്മൾ തെറ്റിൽ നിന്ന് പഠിക്കുകയാണ് അല്ലേ ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ. നമ്മൾ ട്രൈ ചെയ്യുന്നു, അവിടെ ഒരു തെറ്റ് വരുന്നു, അത് വീണ്ടും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു, നമ്മൾ നെക്സ്റ്റ് ട്രയൽ നോക്കുന്നു, ആൻഡ് അനദർ എറർ കംസ്, ദെൻ വി സ്കിപ്പ്. അങ്ങനെ നമ്മൾ ട്രയൽ ചെയ്യുന്നു, ഇറർ വരുന്നു, ട്രയൽ ചെയ്യുന്നു, ഇറർ വരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തൊരു സീക്വൻസിൽ ചെയ്ത് പോയതിന് ശേഷം നമ്മൾ എപ്പോഴാണോ നമ്മുടെ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് വരുന്നത് അതുവരെ നമ്മൾ ചെയ്യുകയാണ്. അപ്പം നമ്മൾക്ക് ഉണ്ടായ ഇററുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ ഡിസ്കാർഡിങ് ആൻഡ് വി ആർ കണ്ടിന്യൂയിങ് ടു ട്രൈ ഡിഫറെൻറ്റ് സൊല്യൂഷൻ അൺടിൽ വി solve our problem or until we reach our goal. Then there are some features of trial and error. Trial and error കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഇസ് ഇറ്റ് ഈസ് സൊല്യൂഷൻ ഓറിയന്റഡ്. കൂടുതലായിട്ടും ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് പ്രോബ്ലം ഓറിയന്റഡ്, ഇറ്റ് ഇസ് സൊല്യൂഷൻ ഓറിയന്റഡ്. നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? ഇറ്റ് മേക്സ് നോ അറ്റംപ്റ്റ് ടു ഡിസ്കവർ വൈ എ സൊല്യൂഷൻ വർക്ക്സ്. എന്തുകൊണ്ടാണ് ഈ ഒരു സൊല്യൂഷൻ വർക്ക് ചെയ്യാന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനൊന്നും നോക്കില്ല. നമ്മൾ മെയിനായിട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഇങ്ങനെ ചെയ്യുക, അതിലേതാണോ വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും? അത് ആ ഒരു വർക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ടൈം അത് തന്നെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇറർ വരിക, അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുക. എപ്പോഴാണോ വർക്ക് ആവുന്നത് അതുവരെ നമ്മൾ ചെയ്യുക. അതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് പ്രോബ്ലം സ്പെസിഫിക്. അപ്പോൾ അതെന്താ വെച്ചാൽ, ഈ ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞാൽ നോ അറ്റംപ്റ്റ് ടു ജനറലൈസ് എ സൊല്യൂഷൻ ഇൻ അതർ പ്രോബ്ലംസ്. ഒരു പ്രോബ്ലം ഉണ്ടായി, അതിന് നമ്മൾ ട്രയൽ ആൻഡ് എറർ വഴി ഒരു സൊല്യൂഷൻ കണ്ടു, ആൻഡ് ദിസ് സൊല്യൂഷൻ കാൺ ബി യൂസ്ഡ് ഫോർ അനദർ പ്രോബ്ലംസ് ബിക്കോസ് ഇറ്റ് ഇസ് സ്പെസിഫിക് ഇൻ നേച്ചർ. ഈ ഒരു പ്രോബ്ലത്തിന് ഇതായിരുന്നു സൊല്യൂഷൻ, ഫോർ ദ നെക്സ്റ്റ് പ്രോബ്ലം ദർ വിൽ ബി അനദർ സൊല്യൂഷൻ. സോ ഇറ്റ് ഈസ് സ്പെസിഫിക് ഇൻ നേച്ചർ. Next character is non-optimal. Non-optimal in the sense they are trying to find a solution, not all solution. അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ഒന്നും കണ്ടെത്താനല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. വി ജസ്റ്റ് വാണ്ട് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ബി ദ ബെസ്റ്റ്, ഓർ വി ആർ നോട്ട് ട്രൈങ് ടു ഫൈൻഡ് ഓൾ ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. വി ജസ്റ്റ് വാണ്ട് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ മാത്രം കണ്ടെത്തിയാൽ മതി, അല്ലാതെ ഒരു പ്രോബ്ലത്തിൻ്റെ എല്ലാ സൊല്യൂഷനും നമ്മൾ കണ്ടെത്തേണ്ട, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് കണ്ടെത്തണം എന്നൊന്നും നിർബന്ധം ഇല്ല. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് നീഡ്സ് ലിറ്റിൽ നോളജ്. ഒരു ട്രയൽ ആൻഡ് എററിന് നമ്മളുടെ പ്രോബ്ലത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചോ എന്ത് വേണ്ട? ഒരുപാട് നോളജ് ഒന്നും വേണ്ട, നമുക്ക് കുറച്ച് നോളജ് മതി. ഇപ്പം നമ്മൾ സാധാരണ പറയും എന്താണ്, നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വേണമെന്ന് പറയും. സോ അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ട്രയൽ ആൻഡ് എററിൻ്റെ ഒക്കെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. വി ഓൺലി നീഡ് സം ലിറ്റിൽ നോളജ് ഓർ നോ നോളജ്. നമുക്കൊരു നോളജ് വേണം എന്നില്ല, അതാണ് പറയുന്നത്. ഇനി ആരൊക്കെയാണ് ഈ ഒരു ട്രയൽ ആൻഡ് എറർ യൂസ് ചെയ്യുക? മെയിനായിട്ട് കെമിസ്റ്റുകൾ യൂസ് ചെയ്യും. അവർ ലാബിൽ ഒരുപാട് ഡ്രഗ്സ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽസിനെ റാൻഡം ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവർ ഒരു ഡിസൈഡ് റിസൾട്ട് കണ്ടെത്തുക.
സോ കെമിസ്റ്റിന് പറ്റും. പിന്നെ ഗെയിമേഴ്സ്, വീഡിയോ ഗെയിം ഒക്കെ അവർ ട്രയൽ ആൻഡ് എററിലൂടെയാണ് സക്സീഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കുക. നെക്സ്റ്റ് വൺ ഇസ് സ്പോർട്സ് ടീം. സ്പോർട്സ് ടീം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ടാക്ടിക്സ് യൂസ് ചെയ്യണം, എങ്ങനെയുള്ള ലൈനപ്പ് നോക്കണം, എങ്ങനെയുള്ള ഫോർമേഷൻസ് വേണം, ആ ഡിഫറെൻറ്റ് ഫോർമേഷൻസിലൂടെ മാത്രമേ നമുക്ക് ഒരു വിക്ടറി കിട്ടുള്ളൂ. അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ സ്പോർട്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലേ ഓഫ്സ് അല്ലെങ്കിൽ നമ്മുടെ വിന്നിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമേഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്ടിക്സും ഡിഫറെൻറ്റ് പ്ലേയേഴ്സിനൊക്കെ യൂസ് ചെയ്യുക. അതാണ് ട്രയൽ ആൻഡ് എററിൻ്റെ വേറൊരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾ ട്രയൽ ആൻഡ് എറർ കഴിഞ്ഞിട്ട് ദെൻ കംസ് ഹ്യൂറിസ്റ്റിക്. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഹ്യൂറിസ്റ്റിക് ബിക്കോസ് trial and error is very inefficient, so that we need another technique in order to solve our problems. ഹ്യൂറിസ്റ്റിക് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഷോർട്ട് കട്ട് ടു അവർ പ്രോബ്ലം. നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലോട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് വാട്ട് വി കോൾ ആസ് ഹ്യൂറിസ്റ്റിക്. വി ക്യാൻ സീ ദാറ്റ് ദേ ആർ സം ഗൈഡിങ് പ്രിൻസിപ്പിൾ ഓർ റൂൾ ഓഫ് തംബ് യൂസ്ഡ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് ഓർ മേക്കിംഗ് ഡിസിഷൻസ്. Actually, when we say in one word, we can say that heuristics are shortcuts to achieve our goals. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള സം ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ബട്ട് വൺ തിങ് ഈസ് ഹ്യൂറിസ്റ്റിക് ഡസ് നോട്ട് ഓൾവേസ് ഗ്യാരണ്ടി സക്സസ്. എപ്പോഴും സക്സസ് ഉണ്ടാവണം എന്നൊന്നും ആര് പറയുന്നില്ല, ഗ്യാരണ്ടി തരുന്നില്ല. ഹ്യൂറിസ്റ്റിക് ഗ്യാരണ്ടി തരുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് വെരി ടൈം സേവിങ്. ഒരുപാട് എനർജിയും ഒരുപാട് ടൈമും ഒരു പേഴ്സണ് യൂസ് ചെയ്യേണ്ട ആവശ്യമല്ല. ഇറ്റ് ഈസ് വെരി ടൈം സേവിങ് ആൻഡ് എനർജി സേവിങ് ടെക്നിക്. So heuristic can be used in different situations. Heuristic different situations യൂസ് ചെയ്യും. മെയിൻ ആയിട്ട് 5 കണ്ടീഷൻസിൽ യൂസ് ചെയ്യും എന്നാണ് പെറ്റ്കാനിസ് 1989 പറഞ്ഞത്. വൺ, വെൻ വൺ ഈസ് ഫേസ്ഡ് വിത്ത് ടു മച്ച് ഇൻഫോർമേഷൻസ്. എപ്പോഴാണ് നമുക്ക് ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് ഉള്ളത്, അപ്പം എന്താണ്, അപ്പം നമുക്ക് ഈ ഹ്യൂറിസ്റ്റിക്കിനെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് when the time to make decision is limited. When we have only a little time, ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഒരു ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇത്ര ബോൾസ് എടുക്കണം അല്ലെങ്കിൽ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ അവിടെ പോയി വരണം, ഇന്ന പ്ലേസിൽ പോയി വരണം. സോ നമ്മൾ എന്താ ചെയ്യുക, വി വിൽ ലുക്ക് ഫോർ ദ ഷോർട്ട് കട്ട്സ് അല്ലേ, നമ്മൾ ഷോർട്ട് കട്ട്സ് നോക്കും. അപ്പോൾ ടൈം ലിമിറ്റഡ് ആവുന്ന സമയത്തും വി യൂസ് ഹ്യൂറിസ്റ്റിക്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻ, വെൻ ദ ഡിസിഷൻ ടു ബി മെയ്ഡ് ഇസ് അൺഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വി മേക്ക് ഡിസിഷൻസ് ഓർ വി മേക്ക് ഡിസിഷൻസ് യൂസിങ് ഹ്യൂറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുക. ആൻഡ് വെൻ വി ഹാവ് ഓൺലി വെരി ലിറ്റിൽ ഇൻഫോർമേഷൻ, ഇനി നമ്മൾ പറഞ്ഞു ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വി യൂസ് ഹ്യൂറിസ്റ്റിക്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വെൻ വി ഹാവ് വെരി ലിറ്റിൽ ഇൻഫോർമേഷൻ ഓൾസോ we use heuristic in order to make the decisions. Then പിന്നെന്താണ്, when an appropriate heuristic happens to come to our mind, നമ്മുടെ മൈൻഡിലോട്ട് എപ്പോഴാണോ പെട്ടെന്ന് ഒരു ഐഡിയ വരുന്നത്, ആ ഐഡിയ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. അതാണ് ഈ 5 കണ്ടീഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. ആ 5 കണ്ടീഷൻസിനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വി നീഡ് ടു റീച്ച്, ഫോർ എക്സാമ്പിൾ എന്തൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ സിറ്റിയിൽ നിന്ന് നെക്സ്റ്റ് സിറ്റിയിലോട്ട് എത്തണം. ബട്ട് വാട്ട് ഈസ് ദ തിങ് ഇസ് ദാറ്റ് ദർ ഇസ് ഓൺലി ലിമിറ്റഡ് ടൈം. നമുക്ക് ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ. സോ ആ സമയത്തിനുള്ളിൽ നമുക്ക് അവിടെ എത്തണം. ഇപ്പം നമ്മൾ എക്സാമിന് പോകാൻ ലേറ്റായി, വി നീഡ് ടു ഗോ. അപ്പം നമ്മൾ ലേറ്റ് ആകുമ്പോൾ എന്താ ചെയ്യുക, വി ഷുഡ് ചെക്ക് ഫോർ ദ ഷോർട്ടസ്റ്റ് റൂട്ട്. ഫാസ്റ്റ് ആയിട്ട് എത്താൻ പറ്റുന്ന ഷോർട്ടസ്റ്റ് റൂട്ട് നമ്മൾ ചൂസ് ചെയ്യും. അത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വി കോൾ ഇറ്റ് ഹ്യൂറിസ്റ്റിക്. നെക്സ്റ്റ് ഇസ് ഹ്യൂറിസ്റ്റിക് ഇൻ പ്രോബ്ലം സോൾവിംഗ് ഇൻവോൾവ്സ് 4 sub-steps, that is forming sub-goals, working backwards, searching for analogies, and changing the representation of the problem. And they are forming sub-goals in the sense, in order to solve a problem by formulating sub-goals, we are creating some sub-goals, and through attaining these sub-goals, we will reach to our goal. ഒരുപാട് സബ് ഗോൾസ് ഉണ്ടാക്കിയിട്ട് ആ സബ് ഗോൾസ് ഓരോ സ്റ്റെപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ സബ് ഗോൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് while achieving the sub goal you have solved part of your problem
or you are doing a part of solution. ഒരു പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? അവർ ഗോൾ ഇസ് ചേഞ്ച്ഡ് ഇൻ ടു സം സബ് ഗോൾസ് ആക്കി മാറ്റുക. എന്നിട്ട് ഓരോ സബ് ഗോളും അച്ചീവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വി വിൽ റീച്ച് ടു അവർ ഗോൾ, ദാറ്റ് ഈസ് ഫോമിങ് സബ് ഗോൾസ്. ഫോർ എക്സാമ്പിൾ, if you are telling ടവർ ഓഫ് ഹാനോയ് പ്രോബ്ലം, ടവർ ഓഫ് ഹാനോയ് പ്രോബ്ലത്തിൽ ഒരു പെഗിൽ 3 പെഗ് ഉണ്ടാവും. ദാറ്റ് ഈസ് പെഗ് എ, പെഗ് ബി, പെഗ് സി. പെഗ് എയിൽ എന്തുണ്ടാവും? 3 റിങ്സ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു ഇമേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ 3 റിങ്സ് ഉണ്ട്, 3 പെഗ്സും നമുക്ക് കാണാം. സോ പെഗ് എയിൽ എന്തുണ്ട്? 3 റിങ് ഉണ്ട്. അതിൽ സ്ട്രക്ചർ, അതിൻ്റെ ഷേപ്പിൽ വേരിയേഷൻ ഉണ്ട് അല്ലേ? സ്മോള്, അതിന് കുറച്ച് ലാർജ്, അതിന് കുറച്ച് ലാർജസ്റ്റ് എന്ന രീതിയിലാണ് ഇവിടെ കിടക്കുന്നത് റിങ്. സോ ഇവിടെ നമ്മുടെ ടാസ്ക് എന്താണ്? എയിൽ നിന്ന് സിയിലോട്ട് ഈ റിങ്സിനെ നമുക്ക് മാറ്റണം. അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ്? എപ്പോഴും ലാർജർ വൺ എന്തായിരിക്കണം? ബോട്ടമിൽ വരണം, താഴെ വരണം. അല്ലാണ്ട് ഒരിക്കലും ഒരു ചെറിയ റിങ്ങിന്റെ മുകളിൽ ഒരു വലിയ റിങ് വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് തിങ്ക്, ഹൗ വിൽ വി സോൾവ് ദിസ്? വി കാൺട്ട് ഡു ഇറ്റ് ബൈ വൺ സ്റ്റെപ്പ്. We need some steps. So these steps are our sub goals. So first we need to take the smallest one and put into the peg B, C. Next the green to peg B. Now each peg have 1 rings. Now we are going to take the smaller ring from C and we are putting it to, where should we put it? We are moving the ring 1 to peg A, ring 2 to peg C, and it should be obvious how to achieve your final goal by getting ring 1 over to peg C. നമ്മൾ ഓരോ റിങ്ങും ഓരോ പെഗിൽ വെച്ചിട്ട്, പിന്നെ ആദ്യം നമ്മൾ ചെറുതിനെ സിയിൽ വെക്കുന്നു, അതിന് തൊട്ട് വലുതിനെ ബിയിൽ വെക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സിയിലുള്ളതിനെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ബീൻ്റെ മുകളിൽ ഇടുന്നു. ഏറ്റവും വലുതിനെ നമ്മൾ സിയിലോട്ട് മാറ്റുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ചെറുതിനെ നമ്മൾ എയിലോട്ട് മാറ്റുന്നു. നമ്മൾ ആ നടുവിലുള്ളതിനെ, നമ്മൾ മീഡിയം സൈസിലുള്ളതിനെ നമ്മൾ ബിയിൽ നിന്ന് എടുത്ത് സീൻ്റെ മുകളിലോട്ട് ഇടുന്നു. ദെൻ എയിൽ നിന്ന് നമ്മൾ ആ ചെറിയ റിങ്ങിനെ എടുത്ത് വീണ്ടും ആ ഗ്രീനിൻ്റെ മുകളിലോട്ട് വെക്കുന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് ഗോൾസിലൂടെ വി ഫൈൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. Next one is working backward, that is eliminating some dead ends we encounter by trial and error. Trial and error മെത്തേഡിലൂടെ നമ്മൾ വരുന്ന മിസ്റ്റേക്സുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? We look into the error and we will be doing the next step. നമ്മളൊരു മെയ്സ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാത്സ് പ്രോബ്ലം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റെപ്സ് നോക്കി നോക്കി നമ്മൾ ചെയ്യും അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്കിംഗ് ബാക്ക്വേർഡ് എന്ന് പറയുന്നത്. സോ ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒക്കെ ഈ വർക്ക് ബാക്ക്വേർഡ് വെച്ചിട്ടാണ് ക്രൈംസ് ഒക്കെ സോൾവ് ചെയ്യുക എന്നാണ് പറയുന്നത്. Next one is searching analogies. Searching analogies in the sense we are using some heuristic. നമ്മൾ എന്തൊക്കെയോ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാണ്. ആൻഡ് വാട്ട് മെത്തേഡ് വി ആർ യൂസിങ് ഹിയർ? വി ആർ ഫൈൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 പ്രോബ്ലംസ് ഓർ വി ആർ റെക്കഗ്നൈസിങ് ദ സിമിലാരിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് വിച്ച് ഈസ് വെരി ടഫ്. ഇറ്റ് മൈറ്റ് ഹാവ് കം ഇൻ അവർ പാസ്റ്റ് ഡേയ്സ്. നമ്മൾ ഇതിനു മുന്നേ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലത്തെ, ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്തിട്ടുണ്ടാവും. സോ വി യൂസ് ടു compare that 2 problems, we find the similarities or we find the differences and then we find solution. നമ്മൾ ആദ്യം കണ്ട ഒരു പ്രോബ്ലത്തിനോട് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? we may use the solutions that we used for the previous problem. ഇതിന് മുന്നുള്ള പ്രോബ്ലത്തെ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? we will solve the current one, that is searching for analogies. We are solving problems by using the relationships or similarities of problems that we faced in our previous period. Next one is changing the representation of the problem. Changing the representation of the problem means actually the problem is how we see it. നമ്മൾ എങ്ങനെയാണോ അതിനെ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏത് വേയിലൂടെ ആണോ അതിനെ പ്രസന്റ് ചെയ്യുന്നത്,
അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. സോ വി ക്യാൻ സോൾവ് ദ പ്രോബ്ലംസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. We can find the solution in different ways. For example, if we are solving a problem, we can solve it verbally, we can solve it mathematically, we can solve it spatially, we can draw it through drawing. So if we ask some questions related to space or direction, some students or people may use to draw. So they can use they can express or they can find the solution through this representations, graphic representations. So the thing is how we represent the problem. നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തെ എൻവിഷൻ ചെയ്യുന്നത്, നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു, നമ്മുടെ മൈൻഡിലോട്ട് അത് എങ്ങനെ പാസ് ചെയ്യുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്, റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ബൈ ചേഞ്ചിങ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പ്രോബ്ലം എന്ത് ചെയ്യാം, നമുക്ക് ഒരു നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് യൂസ് ടു ക്ലൈംബ് എ ടോൾ മൗണ്ടെയിൻ and he uses narrow paths to reach the temple, and he some rest in between. While climbing he may get tired, so he used to climb and then rest, then go for a few distance, then rest, and he will be arriving the temple during the sunset. He started from sunrise and he is reaching the temple at sunset. സൺറൈസിൻ്റെ സമയത്ത് കയറാൻ തുടങ്ങിയതാണ് ആ ഒരു മൗണ്ടെയിൻ. എപ്പോഴാണ് എത്തുന്നത്, സൺസെറ്റിലാണ്. എന്നിട്ട് കുറച്ച് ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് ഹീസ് റിട്ടേണിങ് ബാക്ക്, തിരിച്ച് താഴോട്ട് വരികയാണ്. സോ എന്ത് ചെയ്യും, ഹി സ്റ്റാർട്ട് അറ്റ് ദ സെയിം സൺറൈസ്, ആ ഒരു സൺറൈസിൽ തന്നെ തുടങ്ങി, ആ ഒരു ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് താഴെയും ആ ഒരു സൺസെറ്റ് ആകുമ്പോഴേക്ക് എത്തുന്ന രീതിയിലാണ് ആൾ നടക്കുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ, ഒരേ സമയത്ത് തന്നെ ഇപ്പം മേലെ താഴെ നിന്ന് ടെമ്പിളിലോട്ട് പോയ സമയത്തുള്ള ജേണിയും ടെമ്പിളിൽ നിന്ന് താഴോട്ട് വരുന്ന ജേണിയിലും ഒരു സെയിം ടൈമിൽ സെയിം പോയിന്റിൽ ആൾ ക്രോസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മൗണ്ടെയിൻ്റെ ഒരു സെയിം ട്രിപ്പിൽ ആള് പാസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്ലേസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുക? we will be thinking, isn't it? Each student will be thinking in a different way. Some may think that some way explain in drawing, അല്ലേ? ചില ആൾക്കാർ എന്ത് ചെയ്യും, അത് സ്പേഷ്യൽ ഇൻഫോർമേഷൻ ആണ്. സോ അവർ ഗ്രാഫിക് റെപ്രസെൻറ്റേഷനിലൂടെ ഇങ്ങനെ ഡിസെൻഡിങ്ങും അസെൻഡിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരച്ച് കാണിക്കുന്നുണ്ടാവും. ചില ആൾക്കാർ ഈ ഒരു മോങ്കിനെ തന്നെ 2 വ്യക്തികളായിട്ട് കണ്ടിട്ട് ഒരാൾ താഴെ നിന്ന് ടെമ്പിളിലോട്ട് പോകുന്നതായിട്ടും ഒരാൾ ടെമ്പിളിൽ നിന്ന് താഴോട്ട് വരുന്നതായിട്ടും എന്ത് ചെയ്യും, ഗ്രാഫിക് റെപ്രസെൻറ്റേഷനിലൂടെ നോക്കും. എന്നിട്ട് അവർ എവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കും. സോ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോബ്ലത്തെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് ഏത് രീതിയിലും എന്ത് ചെയ്യാം, കണ്ടെത്താം. നമുക്ക് ക്രിയേറ്റീവായിട്ട് കണ്ടെത്താം, നമുക്ക് മാത്തമാറ്റിക്കൽ സ്കില്ലിലൂടെ കണ്ടെത്താം, സ്പേഷ്യൽ ഇൻഫോർമേഷനിലൂടെ കണ്ടെത്താം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആര് പറയുന്നത്, ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ചേഞ്ചിങ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോബ്ലം എന്ന് ഇതിലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Then comes incubation. ഏതൊരു പ്രോബ്ലം സോൾവിങ് സ്റ്റെപ്പിലും നമുക്ക് അറിയാം എന്താണ്, ഇൻക്യുബേഷൻ ഉണ്ടാവും. ഇൻക്യുബേഷൻ ഇസ് ആക്ച്വലി ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം അവർ ലോട്ട് ഓഫ് തിങ്കിങ്. നമ്മൾ എന്താണ്, പ്രോബ്ലം വന്നു, ആ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്തു. സോ വി ആർ നോട്ട് ഗെറ്റിംഗ് എനി സൊല്യൂഷൻസ്. സോ വി ആർ ടേക്കിംഗ് എ ബ്രേക്ക്. നമ്മളൊരു ബ്രേക്ക് എടുക്കുകയാണ്. വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദ പ്രോബ്ലം കോൺഷ്യസ്ലി. നമ്മൾ കോൺഷ്യസ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു പ്രോബ്ലത്തെ കുറിച്ച് തിങ്ക് ചെയ്യുന്നില്ല. ബട്ട് വൺ തിങ് ഹാപ്പൻസ്, ദാറ്റ് ഈസ് അവർ അൺകോൺഷ്യസ് വിൽ ബി തിങ്കിങ് അബൌട്ട് ദ പ്രോബ്ലം ആൻഡ് ഇറ്റ് വിൽ ബി ഫൈൻഡിങ് ദ സൊല്യൂഷൻ. ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് നമ്മുടെ അൺകോൺഷ്യസ് ലെവലിൽ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അവർ കോൺഷ്യസ് ലെവൽ റിമൈൻ സസ്പെൻഡഡ്. കോൺഷ്യസ്ലി വി ആർ നോട്ട് അറ്റ് ഓൾ ട്രൈയിങ് എനിത്തിങ്, ബട്ട് അവർ ഇന്നർ മൈൻഡ് വിൽ ബി eagerly trying or eagerly finding the solutions, eagerly finding the ways to reach the solution. അതാണ് incubation എന്ന് പറഞ്ഞാൽ. And we come up with a solution for our problem after few period of resting. That is incubation. Next one is algorithm. So algorithm is nothing that it is similar to what we have heard in our previous classes. While we were in our 10th, 12th and all, we might have heard about algorithms. Algorithms കേട്ടിട്ടുണ്ടാവും അല്ലേ? സൈക്കോളജി സ്റ്റുഡൻ്റ് ആയാലും ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആയാലും ഒരു റോക്കറ്റ് സയൻറ്റിസ്റ്റ് ആയാലും എല്ലാവർക്കും എന്താണ് അൽഗോറിതം എന്ന് പറയുന്നത്
similar ആണ്, that is solving the problems using some formulas or procedures, that is algorithm. സോ ഇവിടെ എന്താണ്, നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ഗ്രൈഡിലൊക്കെ ആവറേജസ് കാണാനും അങ്ങനെയുള്ള പ്രോബ്ലംസ്, ഒരുപാട് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ കാണാനുണ്ടാവും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, സർട്ടൻ പ്രോബ്ലംസ് ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. Next topic is culture, cognitive style and problem solving. How our culture influence our cognitive style and thereby our problem solving. So Cole Parker 2011 study നടത്തിയപ്പോൾ കണ്ടെത്തിയത് എന്താ ചോദിച്ചാൽ, people exhibit problems cognitive styles in ഡിഫറെൻറ്റ് കൾച്ചറിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കോഗ്നിറ്റീവ് സ്റ്റൈൽസ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ കൾച്ചർ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ഇപ്പം ഇവിടെ ഒരു ഏഷ്യൻ കൺട്രിയിൽ സോൾവ് ചെയ്യുന്ന രീതിയിലാവില്ല ഒരു എവിടെ ഒരു യൂറോപ്യൻ കൺട്രിയിലൊന്നും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്, കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു, ആ സ്റ്റഡീനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് whether these people focus on the context or on the individual relations. That is, one study was done in among Chinese people and American people. American people and Chinese people ഒരു സ്റ്റഡി നടത്തിയിരുന്നു. That is, they were shown some scenes of fishes, animated scenes of fishes and other underwater objects. And there were some Japanese participants and some American participants, and they both were given the same visuals, animated scenes of fish and other underwater objects. And after showing these visuals, they were asked, or they were asked to say some statements about the things they saw. And 70% of the Japanese participants explained about the context or background. Instead of seeing about the fishes, they were watching about the underground objects and the background. But the other group, American people, told about focal fish. They were saying about fishes. So they found that two culture was having two cognitive styles. Two people or two group of people were focusing on two different things. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ജപ്പാനീസ് പീപ്പിൾ കൂടുതലായിട്ടും അവർക്ക് കാണിച്ചു കൊടുത്തതിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ അവർ കോണ്ടെക്സ്റ്റ്, ബാക്ക്ഗ്രൗണ്ടിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അമേരിക്കൻസ് എന്താണ് ചെയ്തത്, അവർ കൂടുതലായിട്ടും നോക്കിയത് ഓരോ ഇൻഡിവിജ്വലിനെയാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, കൾച്ചർ അല്ലെങ്കിൽ സോഷ്യൽ ഓറിയന്റേഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കോഗ്നേറ്റീവ് സ്റ്റൈൽസ് ഡിഫറെൻ്റ് ആവും. ദർ വിൽ ബി ഡിഫറൻസ് ഇൻ അവർ കോഗ്നേറ്റീവ് സ്റ്റൈൽസ് rooted from the culture's social orientation. How our culture is oriented, according to that our cognitive styles can also be different. That is, in Western culture they will be more emphasizing on the individual and independence, whereas Eastern culture is more emphasized on the group or interdependence. So the thing is, our cognitive style is influenced by the culture and the culture's social orientation. So ഈ ഡിഫറൻസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, it is rooted from our culture and the social orientation. So by this our topic problem solving is completed. Next class we will be dealing with decision making. Thank you.